ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ ഫ്രോക്ക് മോഡൽ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്കാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അജ്രക്കിൻ്റെ 3.20 നൈറ്റ് ബിറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3.20 ആണെങ്കിലും നമുക്ക് 3.10 ഒക്കെ കിട്ടുകയുള്ളൂ. 3 മീറ്ററിൻ്റെ നൈറ്റ് ബിറ്റ് ആയാലും നമുക്ക് ചെയ്തെടുക്കാം. എന്നാൽ 3.20 ആകുമ്പോൾ നമുക്ക് നല്ല ലെങ്ത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരു 50 ഇഞ്ചൊക്കെ ലെങ്ത്ത് നമുക്ക് കിട്ടും. എന്നാൽ വീതി ഇതിന് 34 തന്നെ കിട്ടുകയുള്ളൂ. തുണി ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ലെങ്ത്ത് നോക്കാം. ലെങ്ത്ത് നമ്മൾ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. മേൽഭാഗം ഒരു പാർട്ടും താഴെ രണ്ടാമത്തെ പാർട്ടിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ 45 ഇഞ്ച് ലെങ്ത്ത് എടുക്കുന്നുണ്ട്. 45-ൽ 1/2 ഇഞ്ച് മേൽഭാഗത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി വേണം. 1/2 ഇഞ്ച് താഴ്ഭാഗത്ത് സെക്കൻഡ് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാൻ, അതായത് പ്ലീറ്റ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ച്. അപ്പോൾ 45-ൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് മൈനസ് ചെയ്യാം. അങ്ങനെ 44 ഇഞ്ചാണ് ലെങ്ത്ത് നമുക്ക് കിട്ടുക. അപ്പോൾ 45 ഇഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് ടോട്ടൽ 16 ഇഞ്ചാണ്. ഈ 16 ഇഞ്ചാണ് നമ്മൾ പ്ലീറ്റ്സിന് വേണ്ടി എടുക്കുന്നത്. അതിനെ നമ്മൾ 2 ആക്കി കട്ട് ചെയ്യുന്നു. എന്നാലാണ് നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് തികയുള്ളൂ. അപ്പോൾ പ്ലീറ്റ്സിൻ്റെ, അതായത് രണ്ടാമത്തെ പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത് 8 ഇഞ്ച്. ഈ 8 ഇഞ്ചിൽ നിന്ന് 1/2 ഇഞ്ച് നമുക്ക് മേൽഭാഗത്ത് അറ്റാച്ച് ചെയ്യാനായിട്ട് വേണം. അതായത് ഫസ്റ്റ് പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് 1/2 ഇഞ്ചും 1/2 ഇഞ്ച് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യാനും വേണം. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടുകയുള്ളൂ. അപ്പോൾ ടോട്ടൽ 44 + 7 നമുക്ക് 51 ഇഞ്ച് ലെങ്ത്താണ് ഫുള്ളായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് മെഷർമെൻറ്റുകൾ നോക്കാം. തുണി ഞാനിവിടെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗത്തും മടക്ക് വശം തന്നെയാണ്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 14 ഇഞ്ചാണ്, അതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. അപ്പോൾ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും താഴേക്ക് ആം ഹോൾ 7 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, നൈറ്റി ആയതുകൊണ്ടാണ്. ഇനി ആം ഹോൾ അവസാനിക്കുന്ന ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് ലൈൻ കൊടുക്കുന്നത്. നമ്മൾ ചെസ്റ്റ് സൈസ് വരുന്നത് 42 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ 4-ൽ 1 ഭാഗം കാണണം. അപ്പോൾ 10.5 നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വിട്ടിട്ടുണ്ട്. ബാക്കി നമുക്ക് കിട്ടുന്നത് 7 ഇഞ്ചാണ്. അതിൻ്റെ പകുതി, അതായത് 3.5-ൽ നിന്ന് തുടങ്ങിയിട്ട് നമുക്ക് ചെസ്റ്റിലേക്കാണ് വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കർവ് വരച്ചാലും മതി. ഇനി മേലെ നിന്നും 14.5 ഇഞ്ചിൽ നമുക്ക് വേസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഭാഗത്തെ വണ്ണം നോക്കാം. 38 ഇഞ്ചാണ് കിട്ടുന്നത്. അതിൻ്റെ 4-ൽ 1 ഭാഗം എടുക്കുമ്പോൾ 9.5, കൂടെ 1/2 ഇഞ്ച് ലൂസും 1.5 ഇഞ്ച് സീം അലവൻസും കൊടുക്കാം. ഇനി മേലെ നിന്നും നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് പാർട്ടിൽ 45 ഇഞ്ചാണെന്ന്. അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി ചെസ്റ്റും വേസ്റ്റും മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം വേസ്റ്റ് ഭാഗത്തുനിന്ന് നമുക്ക് നേരെ ടേപ്പ് ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുത്തിട്ട് താഴേക്ക് എൻഡിലേക്ക് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ ഒരു 1/2 ഇഞ്ച് മേലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ആ സൈഡ് തൂങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പോയിന്റ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴത്തെ 45 ഇഞ്ചിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഈ 1/2 ഇഞ്ചിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ആ പോയിൻ്റ് എല്ലാം ജോയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇതിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്.
ഇനി 16 ഇഞ്ചിൻ്റെ പകുതിയിൽ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മേൽഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. കാരണം ആ സൈഡിൽ നമ്മളൊരു 1/2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ നമുക്കൊന്ന് ലെവൽ ചെയ്യാനുണ്ട്. ശേഷം നമുക്ക് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള 4 പീസുകൾ കിട്ടിയിട്ടുണ്ടാവും. ഇനി ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ നമുക്കൊരു 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ബാക്കി വന്നിട്ടുള്ള ഈ പീസ് ഉണ്ടല്ലോ, ഇതിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കിട്ടുക. ഷോർട്ട് സ്ലീവാണ് നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസ് വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഈ മടക്ക് വശം ഉണ്ടല്ലോ, ഇതാണ് സ്ലീവിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. ഈ സൈഡ് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാനുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നിന്നും ഇങ്ങോട്ടാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ കിട്ടുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് താഴേക്ക് സ്ലീവിൻ്റെ വണ്ണം കൊടുക്കുന്നത് 10.5 ഇഞ്ചാണ്. ഇനി ആ ഭാഗത്ത് തുണിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു പോയിൻ്റ് മാർക്ക് ചെയ്താൽ മതി. അതിനുശേഷം അങ്ങോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിന്റിൽ നിന്ന് 3.5ലേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് സീം അലവൻസ് അടക്കം 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി ലെങ്ത്ത് കൂട്ടണമെന്നുണ്ടെങ്കിൽ സൈഡിൽ ബാക്കി വന്ന ഈ പീസ് ഉണ്ടല്ലോ, ഇതെടുത്തിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് കട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പീസ് എടുത്തിട്ട് ബാക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ ക്യാൻവാസ് കൊടുക്കുന്നില്ല. 3 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ വിടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ 3.25 കിട്ടും. എന്നാൽ ഫ്രണ്ട് നെക്കിൽ നമ്മൾ ക്യാൻവാസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3.25 തന്നെ നമ്മൾ അവിടെ കൊടുക്കേണ്ടതുണ്ട്. നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ച് തന്നെയാണ്. എന്നിട്ട് ഇതുപോലെ ബോക്സ് പോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് നെക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ 10 ഇഞ്ച് നീളവും 12 ഇഞ്ച് വീതിയുള്ള ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം ഉണ്ടല്ലോ, അത് ഉള്ളിലേക്കാക്കി ഇതുപോലെ മടക്കി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 3.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്നും താഴേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊരു ബോക്സ് ആക്കി വരച്ചു കൊടുക്കാം. ഇനി നെക്കിൻ്റെ ലെങ്ത്ത് നോക്കാം. 7 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി 7ൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു പോയിൻ്റ്, അതായത് നമ്മൾ സ്കെയിലിൽ ഒരു ലൈൻ ഉണ്ടല്ലോ, അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പോയിൻ്റ് നമുക്ക് മേലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് വരുന്നത്. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 3.25 ഇഞ്ച് നെക്കിൻ്റെ വിഡ്ത്തും 7 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്തും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് നെക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതുപോലെ ഒരു കട്ട് പീസ് എടുത്തിട്ട് ക്യാൻവാസിനെ നമുക്കതിൽ ഒട്ടിച്ചു കൊടുക്കണം. ക്യാൻവാസിന് ചുറ്റിലും 1/2 ഇഞ്ച് കൂടുതൽ തുണി ഉണ്ടായാൽ മതി. നമ്മൾ നെക്കിന് വേണ്ടി എടുക്കുന്ന കട്ട് പീസ് സെയിം കളർ എടുക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്നാലാണ് നമ്മൾ നെക്കിനെ ഹൈലൈറ്റ് ആയിട്ട് കാണുകയുള്ളൂ. സെയിം കളർ എടുത്താൽ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കളർ ചൂസ് ചെയ്യാം. ഇനി ക്യാൻവാസിൻ്റെ ഷൈനിങ് ഉള്ള ഭാഗം നമ്മളെടുത്ത തുണിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ, അതായത് മോശം ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കാം. അതിനുശേഷം ക്യാൻവാസിൻ്റെ ചുറ്റിലും 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, ആ ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മൾ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്ത് ചുറ്റിലും 1/2 ഇഞ്ചിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മളെ ക്യാൻവാസിൻ്റെ സെൻറ്ററും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഷേപ്പ് ഉണ്ടല്ലോ, ആ ഷേപ്പിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതായത് ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്തു കൂടെ ഉള്ളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ ചുറ്റിനും പിൻകുത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. കെട്ടിട്ടുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. ഇതുപോലെ ഈ ഷേപ്പിലൂടെ ആദ്യം തന്നെ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം 1/2 ഇഞ്ചിൽ. അതിനുശേഷം ഫൂട്ട് പൊന്തിച്ചിട്ട് നമുക്ക് ഈ ക്യാൻവാസിനെ തിരിച്ച് വെച്ച് കൊടുക്കാം. ശേഷം നമുക്ക് ഫൂട്ട് താഴ്ത്തി ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗം നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ കട്ട് ചെയ്തെടുക്കാം. ഉൾഭാഗത്തായിട്ടാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. കാരണം അവിടെ 2 സ്റ്റിച്ച് വരുന്നുണ്ടല്ലോ, അതിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാൻവാസിനെ ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് നെക്കിൽ നമ്മൾ ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല. ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2.5 ഇഞ്ച് വീതിയാണുള്ളത്. എന്നിട്ട് അതിൻ്റെ സൈഡിൽ ഒരു 1/4 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിന് ചുറ്റും ഇതുപോലെ വെച്ച് കൊടുക്കുക. 1/4 ഇഞ്ചിലാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ നെക്കിന് ചുറ്റിലും 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക. സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് വേണം കട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഈ പീസിനെ ഉള്ളിലേക്ക് ആക്കി വെച്ച് കൊടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ബാക്ക് പീസിൻ്റെ നല്ല ഭാഗത്തേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്റ്റിച്ച് വീതം കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 സൈഡ് ഉണ്ടല്ലോ നെക്കിൻ്റെ, അത് ഇതുപോലെ മടക്കി വെച്ച് കൊടുക്കുക. ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നമുക്ക് ഈ കോളറിന് ചുറ്റിലും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഈ 2 പോയിന്റിൽ മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ ഷോ ബട്ടൺ ഉണ്ടെങ്കിൽ വെച്ചിട്ട് നമുക്ക് കൈകൊണ്ട് തുന്നിക്കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ജോയിൻറ്റ് വെച്ചിട്ടാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗത്തേക്ക് സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് സെൻറ്റർ പോയിൻ്റ് നോക്കി വെച്ചതിന് ശേഷം സെൻറ്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം സെൻറ്ററിൽ വന്നിട്ട് രണ്ടാമത്തെ സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവും ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് മറ്റേ സൈഡ് വരെ കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സ്ലീവും രണ്ടാമത്തെ സ്ലീവും ചെയ്തെടുക്കാം. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൈഡ് ജോയിനിങ് ആണ്. ആദ്യം തന്നെ നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് റൗണ്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട്. നമ്മൾ സീം അലവൻസ് ആയിട്ട് 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ട്. ആ 1.5 ഇഞ്ചിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗം വരെ കൊണ്ടുവരാം. ഇനി താഴ്ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഒരു സൈഡിൽ നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം.
ഇനി മറ്റേ സൈഡും ജോയിൻ ചെയ്തെടുക്കാം. ആ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് താഴ്ഭാഗത്ത് ഒരു 2 ഇഞ്ച് വിട്ടിട്ട് അവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു 2 ഇഞ്ചിൽ സ്റ്റിച്ചിങ് നിർത്താം. നമുക്ക് കെട്ടിട്ട് കൊണ്ട് നിർത്താം. അവിടെ നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുള്ളത് നമുക്ക് താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ്സിന് വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 4 പീസിനെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 പീസുകൾ തമ്മിൽ കൂട്ടി വെച്ചിട്ട് 1/4 ഇഞ്ചിൽ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഇങ്ങനെ 4 പീസും ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം നല്ല ഭാഗത്തൂടെ നമുക്കൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡിൽ ഇതുപോലെ 1/4 ഇഞ്ചിൽ മടക്കി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മറ്റേ സൈഡിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോ പ്ലീറ്റ്സും എടുത്തിട്ട് നമുക്ക് പിൻകുത്തി കൊടുക്കാം. പ്ലീറ്റ്സിൻ്റെ സൈസ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് മേൽഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെയിൻ പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്താൽ മതി. ഇതുപോലെ പ്ലീറ്റ്സ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതോടൊപ്പം തന്നെ പിന്നൂരി കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ മെഷീനിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. സ്റ്റാർട്ടിങ്ങിലൊരു 1.5 ഇഞ്ചിൽ നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണ്ട. അതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ പ്ലീറ്റ്സ് ഇടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. ഇപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് ആദ്യം 1/4 ഇഞ്ചിലും പിന്നീട് 1/4 ഇഞ്ചിലും മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്ലീറ്റ്സ് എല്ലാം ഇട്ട് കൊടുത്തിട്ടൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റ്സിനെ മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ടോപ്പിൻ്റെ സൈഡ് ജോയിൻ ചെയ്തപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് ജോയിൻ ചെയ്തെടുത്തു. മറ്റേ ഭാഗത്ത് കണ്ടില്ലേ 2 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് പ്ലീറ്റ്സ് വെച്ച് കൊടുക്കേണ്ടത്. നമുക്ക് ഇവിടെ നിന്നാണ് പ്ലീറ്റ്സ് വെച്ച് അറ്റാച്ച് ചെയ്ത് തുടങ്ങേണ്ടത്. അതുപോലെ ഇവിടുന്ന് തുടങ്ങി താഴ്ഭാഗം വരെ താഴ്ഭാഗത്തെ പീസിലും നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് അറ്റാച്ച് ചെയ്തെടുക്കാം. നല്ല ഭാഗവും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പ്ലീറ്റ്സ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു പീസ് ബാലൻസ് വന്നിട്ടുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം.
ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഈ സൈഡ് ക്ലോസ് ചെയ്തെടുക്കാം. നമ്മൾ 2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് തുടങ്ങി താഴ്ഭാഗം വരെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.